ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ അനലോഗ് സർക്യൂട്ട്സിലെ മൊഡ്യൂൾ 1 ടോപ്പിക് 3 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിൽ നമ്മൾ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ആയിട്ടുള്ള ഡിഫറൻഷിയേറ്റർ, ഇൻ്റഗ്രേറ്റർ, ലോ പാസ് ഫിൽറ്റർ, ഹൈ പാസ് ഫിൽറ്റർ ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോസ് ഒന്നുകൂടി കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലിപ്പിംഗ് സർക്യൂട്ട്സ്. ക്ലിപ്പിംഗ് മീൻസ് എന്താണ്? നമുക്കറിയാം, ക്ലിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയൊരു പോർഷനാക്കി മാറ്റുക. അതായത് വേവ് ഫോംസിനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലിപ്പിംഗ് സർക്യൂട്ട്സ് യൂസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് റിമൂവ് അൺവാണ്ടഡ് പാർട്സ് ഓഫ് സിഗ്നൽസ്. ആവശ്യമില്ലാത്ത പോർഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ക്ലിപ്പിംഗ് സർക്യൂട്ട്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ആർ ക്ലിപ്പിംഗ് സർക്യൂട്ട്സ്? Clippers are circuits used to remove the part of a signal that is above or below some defined reference level. നമുക്ക് ഏതെങ്കിലും ഒരു വേവ് ഫോം, നമ്മൾ യൂഷ്വലി AC സിഗ്നൽസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സിഗ്നൽസിൻ്റെ, ഇൻപുട്ട് സിഗ്നലിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻസ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു റെഫറൻസ് ലെവലിന് മുകളിലോ താഴെയുള്ള ഈ പോർഷൻസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലിപ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ബേസിക്കായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ഇയറിൽ പഠിച്ചിട്ടുണ്ട്, എന്താണ് റെക്ടിഫയേഴ്സ്, ഹാഫ് വേവ് റെക്ടിഫയർ അല്ലേ, പഠിച്ചതാണ്. എന്താണ് ഹാഫ് വേവ് റെക്ടിഫയർ ചെയ്തിരുന്നത്? നമ്മളൊരു AC സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഹാഫ് വേവ്, അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് മാത്രം ഔട്ട്പുട്ടിൽ കിട്ടും, നെഗറ്റീവിനെ റിമൂവ് ചെയ്യും. റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് ഇല്ല, പോസിറ്റീവ് സൈക്കിൾസ് മാത്രം ഔട്ട്പുട്ടിൽ കിട്ടണം. അതാണല്ലോ നമ്മൾ റെക്ടിഫയറിൽ ചെയ്യാറ്. ഓക്കെ, സോ അപ്പോൾ ഇൻപുട്ട് നമ്മൾ എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്തിരുന്നത്? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡയോഡ്സ് യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, നമ്മൾ ഒരു ഡയോഡാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഡയോഡിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ഡയോഡ് എന്ന് പറഞ്ഞാൽ ഒരു PN ജംഗ്ഷൻ ഡയോഡാണ് അല്ലേ. ഒരു PN ജംഗ്ഷനാണ് നമ്മളെപ്പോഴും ഡയോഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ പോസിറ്റീവ് P സൈഡ്, ഈ വരയാണ് അതിൻ്റെ N സൈഡ് അല്ലേ. അപ്പോൾ ഇതിനെ ഫോർവേഡ് ബയാസ് ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത്, ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യുക. ഫോർവേഡ് ബയാസിങ് അറിയാലോ, ഇതിൻ്റെ P സൈഡിനെ നമ്മൾ പോസിറ്റീവ് സൈഡിലേക്കും കാഥോഡ് നെഗറ്റീവിനെ സെല്ലിൻ്റെ നെഗറ്റീവിലോട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ഇത് ഫോർവേഡ് ബയാസിങ്ങിലാവുന്നത്. അപ്പോൾ മാത്രമാണ് ഡയോഡ് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ഈ ഡയോഡ് എന്ത് ചെയ്യും? ഒരു AC സിഗ്നലാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ അതിന് പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് സൈഡ് വരുമ്പോൾ മാത്രം ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യും. കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ സിഗ്നൽ കിട്ടും. ഇനിയാണ് നമുക്ക് ഇങ്ങനെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് മാത്രം കിട്ടും. നെഗറ്റീവ് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് റിവേഴ്സ് ബയാസ്ഡ് ആണ്, ഇതൊരു ഓപ്പൺ സർക്യൂട്ടായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, സോ ക്ലിപ്പിംഗ് സർക്യൂട്ട്സ് ഓൾസോ നോൺ ആസ് ലിമിറ്റേഴ്സ്. ലിമിറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ക്ലിപ്പിംഗ് സർക്യൂട്ട്സ് ആണ്, അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് സെലക്ടേഴ്സ് എന്നും പറയാറുണ്ട്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് സെലക്ടേഴ്സ് അല്ലെങ്കിൽ സ്ലൈസേഴ്സ്, ഇങ്ങനെ 3 ഡിഫറെൻറ്റ് നെയിംസും കൂടി ഉണ്ട്, ഓർക്കാം. അപ്പം ഇങ്ങനെ എന്ത് ചോദിച്ചാലും അതെന്താണ്? ക്ലിപ്പർ സർക്യൂട്ടാണ്. ലിമിറ്റേഴ്സ് എന്ന് ചോദിക്കാം, ആംപ്ലിറ്റ്യൂഡ് സെലക്ടേഴ്സ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ സ്ലൈസേഴ്സ് എന്ന് ചോദിക്കാം. ഓക്കെ, ആ പേരുകൾ ഓർത്തിരിക്കാം. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ക്ലിപ്പർ സർക്യൂട്ടാണ്. ക്ലിപ്പേഴ്സിനെ നമുക്ക് മെയിനായിട്ട് 2ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. അതായത് നമ്മൾ ഡയോഡ് കണക്ട് ചെയ്തിട്ടാണ് ക്ലിപ്പിംഗ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡയോഡിലേക്കൊരു ബയാസിങ് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് ബേസ് ചെയ്തിട്ട് അൺബയാസ്ഡ് ക്ലിപ്പർ സർക്യൂട്ടെന്നും ബയാസ്ഡ് ക്ലിപ്പർ സർക്യൂട്ടെന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ അൺബയാസ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബയാസിങ് ഒന്നും ചെയ്യാതെ, അതായത് ഡയോഡിന് നമ്മൾ സ്പെഷ്യലായിട്ട് ബാറ്ററി ഒന്നും കണക്ട് ചെയ്തിട്ട് ബയാസിങ് കൊടുക്കുന്നില്ല. ഓക്കെ, നമ്മളുടെ ഇൻപുട്ട് സിഗ്നൽ വഴി മാത്രമാണ് അതിന് ബയാസിങ് സംഭവിക്കുന്നത്. അപ്പം നമുക്കറിയാം, അങ്ങനെയുള്ള സർക്യൂട്ടിനെ വീണ്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അൺബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പർ എന്നും അൺബയാസ്ഡ് നെഗറ്റീവ് ക്ലിപ്പർ എന്നും ക്ലാസിഫൈ ചെയ്യാം. അതായത് പോസിറ്റീവ് പോർഷനാണ് ക്ലിപ്പ് ചെയ്യുന്നതെങ്കിൽ അതിനെ പോസിറ്റീവ് ക്ലിപ്പർ എന്നും, നെഗറ്റീവ് പോർഷൻ ഓഫ് ദി സിഗ്നലാണ് ക്ലിപ്പ് ചെയ്യുന്നതെങ്കിൽ അതിനെ നെഗറ്റീവ് ക്ലിപ്പർ എന്നും പറയാം. അപ്പം ബയാസ്ഡ് ആണെങ്കിൽ എന്തായിരിക്കും? നമുക്കറിയാം, ആ ഡയോഡിനെ നമ്മൾ ഇൻറ്റേർണലായിട്ട്, അതായത് ആ സർക്യൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ സെല്ല് യൂസ് ചെയ്തിട്ട് ബയാസിങ് ചെയ്യും. ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് ലെവലിലേക്ക് നമുക്ക് ക്ലിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വോൾട്ടേജ് ലെവലുള്ള സെല്ല് കൂടി കണക്ട് ചെയ്തിട്ട് നമ്മളതിനെ ഓൾറെഡി ബയാസിങ് ചെയ്യും. അപ്പം അങ്ങനെ ബയാസ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും പോസിറ്റീവ് ക്ലിപ്പറായിട്ടും നെഗറ്റീവ് ക്ലിപ്പറായിട്ടും ഡിസൈൻ ചെയ്യാൻ പറ്റും. പോസിറ്റീവ് സൈഡ് സിഗ്നൽ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതിനെ പോസിറ്റീവ് ക്ലിപ്പർ എന്നും, നെഗറ്റീവ്
പോർഷൻ ഓഫ് ദി സിഗ്നലാണ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ അതിനെ നെഗറ്റീവ് ക്ലിപ്പർ എന്നും പറയും. ഓക്കെ, സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൾ ദി എക്സ്പ്ലനേഷൻസ് വി ഹാവ് കൺസിഡേർഡ് ദി ഡയോഡ് ടു ബി ഐഡിയൽ. നമ്മൾ ഒരു ഐഡിയൽ ഡയോഡാണ് എപ്പോഴും കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഐഡിയൽ ഡയോഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. ഇതാണ് ഒരു ഡയോഡ് അല്ലേ. ഡയോഡ് ഐഡിയൽ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഐഡിയൽ ആയിട്ട് ഒരു ഡയോഡ് എന്ന് പറഞ്ഞാൽ അത് ഫോർവേഡ് ബയാസിങ്ങിലാണെങ്കിൽ അത് ഒരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, സോ ക്ലോസ്ഡ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിനൊരു സ്വിച്ചായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡയോഡ് ക്ലോസ്ഡ് ആയിരിക്കും. ഓക്കെ, ഇതുപോലെയായിരിക്കും ഫോർവേഡ് ബയാസിൽ. ഇത് ഫോർവേഡ് ബയാസ് ആയി കഴിഞ്ഞാൽ ഒരു ക്ലോസ്ഡ് സ്വിച്ചായിട്ട് ആക്ട് ചെയ്യും. റിവേഴ്സ് ബയാസ്ഡ് ആണെങ്കിലോ നമുക്കറിയാം, റിവേഴ്സ് ബയാസ്ഡ് ആകുമ്പം ഡയോഡ് കണ്ടക്ട് ചെയ്യുകയില്ല അല്ലേ, അതൊരു ഓപ്പൺ സ്വിച്ചായിട്ട് ആക്ട് ചെയ്യും. ഓപ്പൺ സ്വിച്ചായിട്ട് ആക്ട് ചെയ്യുക എങ്ങനെയാണ്? ഒരു സ്വിച്ച് ആണെങ്കിൽ ഇത് ഓപ്പൺ ആയിരിക്കും, സർക്യൂട്ട് കംപ്ലീറ്റ് അല്ല, സിഗ്നൽ പാസ് ചെയ്യില്ല. ഓക്കെ, ഈ ഒരു കാര്യമാണ് നിങ്ങൾ ഐഡിയൽ സ്വിച്ചിൽ മനസ്സിലാക്കേണ്ടത്. ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കുമ്പോൾ ഡയോഡ് ക്ലോസ്ഡ് ആയിരിക്കും, റിവേഴ്സ് ബയസ്ഡ് ആകുമ്പോൾ ഓപ്പൺ ആയിരിക്കും, അതായത് കണ്ടക്ട് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് അൺബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പറിലേക്ക് പോവാം. ഓക്കെ, സോ അൺബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പർ എന്താ പറയുന്നത്? പോസിറ്റീവ് ക്ലിപ്പേഴ്സ് ആർ യൂസ്ഡ് ടു ക്ലിപ്പ് പോസിറ്റീവ് പോർഷൻസ് ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽ ആൻഡ് അലോ ദി നെഗറ്റീവ് പോർഷൻ ഓഫ് ദി സിഗ്നൽ ടു പാസ് ത്രൂ. അതായത് എന്താണ് നമുക്ക് ക്ലിപ്പ് ചെയ്യേണ്ടത്? പോസിറ്റീവ് ക്ലിപ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾസിനെ ക്ലിപ്പ് ചെയ്യണം. പോസിറ്റീവ് പോർഷൻ ഓഫ് ദി സിഗ്നൽ ടു ബി റിമൂവ്ഡ് ആൻഡ് ഓൺലി നെഗറ്റീവ് സിഗ്നൽസ് ടു പാസ് ത്രൂ ദി സർക്യൂട്ട്. ഓക്കെ, അപ്പം നെഗറ്റീവ് പോർഷൻസ് മാത്രം നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടിയാൽ മതി. ഓക്കെ, ദെൻ ഫിഗർ ബിലോ ഷോസ് ദി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സിഗ്നൽ അലോങ് വിത്ത് ദി പോസിറ്റീവ് ക്ലിപ്പർ. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സർക്യൂട്ട് കൊടുക്കുന്നത്? നമുക്ക് രണ്ട് രീതിയിൽ ക്ലിപ്പർ സർക്യൂട്ടിനെ വരയ്ക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒന്നുകിൽ നമുക്ക് ഈ ഒരു മെത്തേഡിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിൽ. ഈ രണ്ട് സർക്യൂട്ട് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ഓക്കെ, നമ്മൾ ആർ സി സർക്യൂട്ടിൽ റെസിസ്റ്ററും കപ്പാസിറ്ററും ഇൻ്റർചേഞ്ച് ചെയ്തതുപോലെ ഇവിടെ ഡയോഡും റെസിസ്റ്ററുമാണ് ഇൻ്റർചേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ രണ്ട് ഫോമിൽ നമ്മൾ സർക്യൂട്ട് വരച്ചാലും അത് പോസിറ്റീവ് ക്ലിപ്പറായിട്ട് ആക്ട് ചെയ്യും. അതിൻ്റെ ഓപ്പറേഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആദ്യം സർക്യൂട്ട് നിങ്ങൾ നോക്കുക. ഈ ഒരു ഫോമിലാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇൻപുട്ട് സിഗ്നലിൽ ഫസ്റ്റ് വരുന്നത് കമ്പോണൻ്റ് ആണെന്ത്? ഡയോഡ്. ദെൻ ഔട്ട്പുട്ട് എടുക്കുന്നത് അക്രോസ് റെസിസ്റ്റർ. ഓക്കെ, അതാണ് ഫസ്റ്റ് സർക്യൂട്ടിൻ്റെ സ്ട്രക്ചർ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റിൽ റെസിസ്റ്റർ കണക്ട് ചെയ്യാം, ഔട്ട്പുട്ട് എടുക്കുന്നത് അക്രോസ് ഡയോഡ്. ഈ ഒരു രീതിയിൽ നമുക്ക് സർക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം എന്താ നമുക്ക് വേണ്ടത്? പോസിറ്റീവ് ക്ലിപ്പറാണ്. പോസിറ്റീവ് ഹാഫ് സൈക്കിൾസിനെ ക്ലിപ്പ് ചെയ്ത് ഒഴിവാക്കണം. ഓക്കെ, അപ്പം ഈ ഒരു സർക്യൂട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് സർക്യൂട്ട്. ഈ സർക്യൂട്ടിൽ എന്താ സംഭവിക്കുന്നത്? നമ്മളിവിടെ എ സി സിഗ്നൽ കണ്ടില്ലേ, ഇങ്ങനെയുള്ള ഒരു എ സി സിഗ്നൽ ഇൻപുട്ട് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഡയോഡ് ഇപ്പോൾ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഡയോഡിൻ്റെ നെഗറ്റീവ് സൈഡാണ് ഈ സിഗ്നലിൻ്റെ ഫസ്റ്റിൽ വരുന്നത് അല്ലേ, അതായത് കാഥോഡാണ് ഈ ഒരു സിഗ്നലിൻ്റെ ഫസ്റ്റിൽ വരുന്നത്. അപ്പം ഈ സിഗ്നൽ ഫസ്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ എന്താണ്? ഈ ഒരു പോയിന്റിൽ നിന്ന് സിഗ്നൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പോസിറ്റീവ് സൈക്കിളാണ് ആദ്യം വരുന്നത് അല്ലേ. പോസിറ്റീവ് സൈക്കിൾ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് ഏത് ബയാസിങ്ങിലേക്ക് പോകും? റിവേഴ്സ് ബയാസിങ് അല്ലേ. അതായത് ഇവിടെ സിഗ്നലിൻ്റെ പോസിറ്റീവാണ് ആദ്യം വരുന്നത്, പോസിറ്റീവ് വരുമ്പോൾ ഇവിടെ നെഗറ്റീവ് ആണുള്ളത്. ഡയോഡ് എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു സ്വിച്ച്, ഓപ്പൺ സ്വിച്ചായിട്ട് ആക്ട് ചെയ്യും. ആ ഒരു സർക്യൂട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം സ്വിച്ച് ഓപ്പൺ ആണ്, ഇവിടെ സർക്യൂട്ട് ക്ലോസ്ഡ് അല്ല. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക? ഈ കൊടുക്കുന്ന സിഗ്നൽ ഒന്നും ഈ ഒരു ഔട്ട്പുട്ട് റെസിസ്റ്ററിനെ ക്രോസ് പാസ് ചെയ്യുന്നില്ല അല്ലേ. ഇവിടെ ഓപ്പൺ സ്വിച്ച് ആണ്, ഈ റെസിസ്റ്ററിലേക്ക് സിഗ്നൽ പാസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എന്താണ് ഔട്ട്പുട്ടിൽ എന്തെങ്കിലും കിട്ടുമോ? ഒന്നും കിട്ടില്ല. അതാണ് ഇവിടെ നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നവരെ ഔട്ട്പുട്ട് എന്താണ്? 0 ആണ്. ഔട്ട്പുട്ടിലൊന്നും കിട്ടുന്നില്ല. ക്ലിയർ ആണല്ലോ. ദെൻ നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് ഈ ഒരു പോയിന്റ് തൊട്ടിട്ട് ഇവിടെ തൊട്ടിട്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് ഫോർവേഡ് ബയാസിങ്ങിലേക്ക് മാറും അല്ലേ. അതായത് നെഗറ്റീവും വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഡയോഡ് ഫോർവേഡ് ബയാസിലേക്ക് മാറി അല്ലേ. കാഥോഡ് നെഗറ്റീവ് സൈഡിലേക്ക് വരുമ്പോൾ എന്താണ്? ഫോർവേഡ് ബയാസിലാണ്. ഈ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ കാണാം അത് ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. ഫോർവേഡ് ബയാസ്ഡ് ആകുമ്പോഴുള്ള സർക്യൂട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതൊരു സ്വിച്ച്
ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ സിഗ്നൽ ഡയോഡിലൂടെ പാസ് ചെയ്തിട്ട് റെസിസ്റ്റർ വഴി നമുക്ക് കിട്ടും. റെസിസ്റ്ററിലൂടെ സിഗ്നൽ പാസ് ചെയ്യുമ്പോൾ എന്താവും? നമുക്ക് ഔട്ട്പുട്ടിൽ ആ ഒരു സിഗ്നൽ അവൈലബിൾ ആവും. അപ്പോൾ നമുക്ക് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ കംപ്ലീറ്റ് ആയിട്ട് ഔട്ട്പുട്ടിൽ അവൈലബിൾ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പോസിറ്റീവിനെ ക്ലിപ്പ് ചെയ്തു, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഔട്ട്പുട്ടിൽ കിട്ടും ചെയ്തു. ഇതാണ് ഈ സർക്യൂട്ടിൽ. ഇനി ഈ ഒരു സർക്യൂട്ടിലേക്ക് വരികയാണെങ്കിൽ എന്താണ്? റൈറ്റ് സൈഡിലുള്ള സർക്യൂട്ട് നോക്കുക. ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ റെസിസ്റ്റർ വഴി സിഗ്നൽ പാസ് ചെയ്തു അല്ലേ? പാസ് ചെയ്തപ്പം ഈ ഡയോഡ് ഇവിടെ എന്താണ്? ഡയോഡിൻ്റെ പോസിറ്റീവ് ആനോഡാണ് ആ സിഗ്നലിൻ്റെ ഫസ്റ്റിൽ കോണ്ടാക്റ്റ് വരുന്നത് അല്ലേ? ഇതിൻ്റെ പി സൈഡാണ്, ഡയോഡിൻ്റെ പി സൈഡാണ് കോണ്ടാക്റ്റ് വന്നിരിക്കുന്നത്. സോ എന്ത് സംഭവിച്ചു? പോസിറ്റീവും വന്നു. ഇത് ഫോർവേഡ് ബയാസിങ്ങിലായി അല്ലേ? ഫോർവേഡ് ബയസിലായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഡയോഡ് കണ്ടക്ട് ചെയ്യും. കണ്ടക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഈ സിഗ്നൽ ഇതിലൂടെ പാസ് ചെയ്യും. നമുക്ക് ഔട്ട്പുട്ടിൽ സിഗ്നൽ അവൈലബിൾ ആവില്ല അല്ലേ? അതായത് ഇവിടെ നമുക്ക് കാണാം ഡയോഡ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന സമയത്ത് ഡയോഡിൻ്റെ കട്ട് ഇൻ വോൾട്ടേജ് ഉണ്ട് അല്ലേ? നമുക്കറിയാം സിലിക്കൺ ഡയോഡിനും ജെർമേനിയത്തിനും സെപ്പറേറ്റ് കട്ട് ഇൻ വോൾട്ടേജ് ഉണ്ട്. അതായത് അതിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അല്ലേ? അത് ഫോർവേഡ് ബയാസിൽ നമ്മൾ കൊടുക്കണമെങ്കിൽ സിലിക്കൺ അങ്ങനെയാണെങ്കിൽ എത്ര വേണം? 0.7 വോൾട്ടിലും കൂടുതലാവുമ്പോഴാണ് അതിൻ്റെ ഡിപ്ലീഷൻ റീജിയൻ ബ്രേക്ക് ചെയ്തിട്ട് കണ്ടക്ഷൻ പോസിബിൾ ആവുന്നത്. ഓക്കെ, അതുപോലെ ജെർമേനിയ ആണെങ്കിലോ, ജെർമേനിയം ഡയോഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം എത്രയാണ് വോൾട്ട്? 0.3 വോൾട്ടാണ് ജെർമേനിയത്തിന് വേണ്ടത്. ആ ഒരു വോൾട്ടേജ് വരെ ഇതെന്താണ്? കണ്ടക്ട് ചെയ്യുന്നില്ല അല്ലേ? കണ്ടക്ട് ചെയ്യാത്തപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഇൻപുട്ടിൽ നമ്മൾ കൊടുത്ത സിഗ്നൽ ഈ ഔട്ട്പുട്ടിൽ അവൈലബിൾ ആയിരിക്കും. ഇത് കണ്ടക്ട് ചെയ്യുന്നില്ല പറഞ്ഞാൽ ഇത് ഓപ്പൺ സ്വിച്ച് ആണോ? അതായത് ഇൻപുട്ട് സിഗ്നൽ എന്താണോ കൊടുക്കുന്നത് അത് ഔട്ട്പുട്ടിൽ അവൈലബിൾ ആയിരിക്കും. അതാണ് ചെറിയൊരു 0.7 വോൾട്ടിൽ നമുക്ക് ഔട്ട്പുട്ട് കാണും. നേരത്തെ നമ്മൾ ഐഡിയൽ കേസിൽ 0 ആയിട്ട് പറഞ്ഞെന്ന് മാത്രം. ആക്ച്വലി പ്രാക്ടിക്കൽ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു 0.7ഉം 0.3 കട്ട് ഇൻ വോൾട്ടേജ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ദെൻ എന്ത് സംഭവിക്കും? അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് കഴിയുന്നത് വരെ ഈ ഒരു ഫോർവേഡ് ബയസിങ് ആയത് കാരണം നമുക്ക് ഇവിടെ ഷോർട്ടായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഈ ഒരു സർക്യൂട്ട് എന്താവും? ഷോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഔട്ട്പുട്ട് ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? ഫോർവേഡ് ബയാസ്ഡ് ആയിരുന്ന സമയത്ത് ഇതൊരു ഷോർട്ടായിട്ട് ആക്ട് ചെയ്യും. സോ ഔട്ട്പുട്ടിൽ സിഗ്നൽ കിട്ടുന്നില്ല. ദെൻ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നെഗറ്റീവ് സിഗ്നൽ വരുന്ന സമയത്ത് ഇത് റിവേഴ്സ് ബയസ്ഡ് ആയി അല്ലേ? അതായത് നെഗറ്റീവ് ആണ് ഇവിടെ വരുന്നത്, ഇവിടെ പോസിറ്റീവ് ആണ്. അപ്പം റിവേഴ്സ് ബയസ്ഡ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നെക്സ്റ്റ് നമുക്ക് വരുന്നത് സർക്യൂട്ടിൻ്റെ ഡയഗ്രം എങ്ങനെ വരും? ഇവിടെ സ്വിച്ച് ഓപ്പൺ ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ എന്താണ്? നമ്മൾ ഇൻപുട്ടിൽ വരുന്ന ഈ ഒരു സിഗ്നൽ ഇവിടെ ഓപ്പൺ സർക്യൂട്ടാണ്. ഈ റെസിസ്റ്ററിനെ അക്രോസ് നമുക്ക് ഔട്ട്പുട്ടിൽ അവൈലബിൾ ആയിരിക്കും. ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ആ ഇൻപുട്ടിൽ വന്ന സിഗ്നൽ അതുപോലെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. അതാണ് നമുക്കിവിടെ നെഗറ്റീവ് സിഗ്നൽ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഈ ഒരു സർക്യൂട്ടിൻ്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് എന്താ സംഭവിച്ചത്? പോസിറ്റീവ് പോർഷനെ നമ്മൾ റിമൂവ് ചെയ്തു, നെഗറ്റീവ് അതുപോലെ വന്നു. അപ്പോൾ ഇതാണ് അൺബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പേഴ്സ്. ഇവിടെ നമ്മൾ ഇൻറ്റേർണലായിട്ട് വേറെ സെല്ലൊന്നും ഡയോഡിൽ കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അൺബയാസ്ഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് അൺബയാസ്ഡ് പോസിറ്റീവ് ക്ലിപ്പർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ അൺബയാസ്ഡ് നെഗറ്റീവ് ക്ലിപ്പേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നെഗറ്റീവ് പോർഷൻസ് എന്താണ്? നമുക്ക് ക്ലിപ്പ് ചെയ്യണം. ഓക്കെ, നെഗറ്റീവ് ക്ലിപ്പേഴ്സ് ആർ യൂസ്ഡ് ടു ക്ലിപ്പ് ദി നെഗറ്റീവ് പോർഷൻ ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽ ആൻഡ് അലോ ദി പോസിറ്റീവ് പോർഷൻ ഓഫ് ദി സിഗ്നൽ ടു പാസ് ത്രൂ. പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് നമ്മൾ പാസ് ചെയ്യിക്കും, നെഗറ്റീവിനെ റിമൂവ് ചെയ്യിക്കും, കട്ട് ചെയ്ത് ഒഴിവാക്കണം. അതാണ് നെഗറ്റീവ് ക്ലിപ്പേഴ്സ്. അപ്പോൾ അതിനും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ടൈപ്പിൽ നമുക്ക് സർക്യൂട്ട് വരയ്ക്കാം. ഒന്നുകിൽ ഡയോഡാണ് ആദ്യം നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ ഡയോഡിൻ്റെ പോസിറ്റീവ് സൈഡാണ് ആദ്യം വരുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റിൽ പോസിറ്റീവ് ക്ലിപ്പർ പറഞ്ഞപ്പോൾ എന്തായിരുന്നു? നെഗറ്റീവ് സൈഡ്, എൻ സൈഡ്, അതായത് കാഥോഡാണ് ഡയോഡിൻ്റെ ഫസ്റ്റിൽ വരുന്നത്. ഇവിടെ എന്താണ്? ആനോഡ്, പി സൈഡാണ് ഫസ്റ്റിൽ വരുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ സിഗ്നൽ ഇൻപുട്ട് വരുമ്പം പോസിറ്റീവ് സൈക്കിൾ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇവിടെ പോസിറ്റീവ് ആണ് കിട്ടുന്നത് ഡയോഡിന്. ഇത് ഫോർവേഡ് ബയസ്ഡ് ആയിട്ട് മാറും അല്ലേ? ഈ ഒരു ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആവും. അപ്പോൾ ഇത് കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഈ സിഗ്നൽ എന്താവും? ഈ റെസിസ്റ്ററിലൂടെ നമുക്ക് ഔട്ട്പുട്ടിൽ അവൈലബിൾ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ ഈ പോസിറ്റീവ് സിഗ്നൽ അതുപോലെ കിട്ടും. ഓക്കെ ആണല്ലോ? ദെൻ
നെഗറ്റീവ് സിഗ്നൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇതാണ് നെഗറ്റീവ് സിഗ്നൽ വരാൻ തുടങ്ങുന്ന സമയത്ത് ഇവിടെ നെഗറ്റീവ് ആണ് വരുന്നത്. അപ്പോൾ അതെന്തായിട്ട് മാറും? അത് റിവേഴ്സ് ബയാസ്ഡ് ആയിട്ട് മാറും. ഓക്കെ, ഡയോഡിൻ്റെ പി സൈഡിലേക്ക് നെഗറ്റീവ് സിഗ്നലാണ് വരുന്നത്, അത് റിവേഴ്സ് ബയാസ്ഡ് ആവും. റിവേഴ്സ് ബയാസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊരു ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും അല്ലേ? സ്വിച്ച് ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു സിഗ്നൽ ഔട്ട്പുട്ടിലേക്ക് വരുന്നേ ഇല്ല അല്ലേ? ഇൻപുട്ട് കൊടുക്കുന്ന സിഗ്നൽ ഇതുവരെ എത്തുന്നുള്ളൂ, ഡയോഡിന് സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നില്ല. അപ്പം നെഗറ്റീവ് സിഗ്നലിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളിവിടെ ബ്ലോക്ക് ചെയ്തു. ഓക്കെ ആണല്ലോ? അപ്പം അതിൻ്റെ സ്വിച്ച് ആയിട്ടുള്ള ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഫോർവേഡ് ബയസ്ഡ് ആയിരുന്നപ്പം സർക്യൂട്ട് ഇവിടെ ക്ലോസ്ഡ് ആണ്. ദെൻ നെഗറ്റീവ് സൈഡ് വരുമ്പോൾ എന്താണ്? സ്വിച്ച് ഇവിടെ ഓപ്പൺ ആണ്. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഓർത്താൽ മതി. അപ്പം പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് സിഗ്നൽ കംപ്ലീറ്റ് ആയിട്ട് പാസ് ചെയ്യും, നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. ദെൻ നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ടത് നെഗറ്റീവാണ്. അപ്പം ഇവിടെ ഓപ്പൺ സർക്യൂട്ട് ആയത് കാരണം സിഗ്നൽ അവൈലബിൾ ആവുന്നില്ല, ഇതുവരെ മാത്രമേ സിഗ്നൽ വരുന്നുള്ളൂ. സോ ഔട്ട്പുട്ടിൽ ഒന്നും കിട്ടുന്നില്ല, 0 ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുക. അതാണ് ഇവിടെ നെഗറ്റീവ് നമ്മൾ കട്ട് ചെയ്ത് പോക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു സർക്യൂട്ടാണെങ്കിലോ, നമുക്ക് ഈ ഒരു സർക്യൂട്ടിൻ്റെ കേസിൽ എങ്ങനെയാണ് ഓപ്പറേഷൻ നോക്കാം. ഇവിടെയാണെങ്കിൽ നമ്മൾ ഡയോഡിൻ്റെ നെഗറ്റീവ് എഡ്ജാണ് ഫസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സർക്യൂട്ടിൻ്റെ സ്ട്രക്ചർ നോക്കുക, നമുക്ക് നെഗറ്റീവ് ക്ലിപ്പ് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ എന്താണ്? നമുക്ക് ഡയോഡിൻ്റെ കണക്ഷൻ വരുന്നത് നെഗറ്റീവ് സൈഡ് ആണ് ടോപ്പിൽ വരുന്നത്, അതായത് കാഥോഡ് മുകളിൽ വരണം, ആനോഡ് താഴെ വരണം. ഈ ഒരു രീതിയിലാണ് കണക്ഷൻ കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ പോസിറ്റീവ് സിഗ്നൽ ഇതുപോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോസിറ്റീവ് സിഗ്നൽ കൊടുത്തു. പോസിറ്റീവ് സിഗ്നൽ ഇങ്ങനെ സൈക്കിൾ വരുന്ന സമയത്ത് സിഗ്നൽ ഇതിലൂടെ പാസ് ചെയ്ത് ഇവിടേക്ക് എത്തുമ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവാണ്. ഡയോഡ് നെഗറ്റീവാണ്. പോസിറ്റീവ് നെഗറ്റീവ് വരുമ്പം ഇതെന്തായിട്ട് ആക്ട് ചെയ്യും? ഇതൊരു ഓപ്പൺ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യണം അല്ലേ? ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആണ്. റിവേഴ്സ് ബയാസ്ഡ് ആയി കഴിയുമ്പം അത് ഓപ്പൺ സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? സോ ഇവിടെ സിഗ്നൽ എന്താവും? ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലൊക്കെ എന്താവും? കംപ്ലീറ്റ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും, അതായത് ഡയോഡിലൂടെ പാസ് ചെയ്യുന്നില്ല. ഡയോഡ് ഇവിടെ ഓപ്പൺ സർക്യൂട്ടാണ്. അപ്പം ഇവിടെ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന ഈ ഒരു സിഗ്നൽ ഇതുപോലെ തന്നെ ഈ ഒരു ഔട്ട്പുട്ടിലേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് അതുപോലെ കിട്ടും. ഓക്കെ, ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ എന്ത് സംഭവിക്കും? നെഗറ്റീവ് ഹാഫ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നെഗറ്റീവാണ്, ഡയോഡിൻ്റെ നെഗറ്റീവാണ്. അപ്പോൾ ഇതെന്താവും? ഫോർവേഡ് ബയാസിലേക്ക് മാറും. ഫോർവേഡ് ബയാസിൽ മാറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ സർക്യൂട്ട് ഇവിടെ കംപ്ലീറ്റ് ആണ്, അതൊരു ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. എങ്ങനെയാണ് വരുന്നത് സർക്യൂട്ട് മാറുക? ഇവിടെ റെസിസ്റ്റർ ഉണ്ട്, ഡയോഡ് ഒരു ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ സിഗ്നൽ ഇതുവഴി ഇങ്ങനെ പാസ് ചെയ്യും. ഓക്കെ, സിഗ്നൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ള സിഗ്നൽ ഔട്ട്പുട്ടിൽ കിട്ടുമോ? ഇല്ല, സിഗ്നൽ ഡയോഡ് വഴി ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് ഔട്ട്പുട്ട് നെഗറ്റീവിൽ ഒന്നും കിട്ടില്ല. ഇവിടെ പ്രാക്ടിക്കൽ കേസിലുള്ള 0.7 സിലിക്കൺ ഡയോഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 0.7 എന്നുള്ളൊരു വോൾട്ട് വരെ കിട്ടും. അതിന് ശേഷമുള്ള സിഗ്നലൊക്കെ എന്താവും? ക്ലിപ്പ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് അൺബയാസ്ഡ് നെഗറ്റീവ് ക്ലിപ്പർ. ഇനി നമ്മൾ ബയാസ്ഡ് സീരീസ് പോസിറ്റീവ് ക്ലിപ്പറാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതായത് നമുക്കൊരു പെർട്ടിക്കുലർ ലെവൽ പോസിറ്റീവിൽ തന്നെ കംപ്ലീറ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അല്ലെങ്കിൽ കംപ്ലീറ്റ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം, മുഴുവനായിട്ട് റിമൂവ് ചെയ്യണമെന്ന് ആഗ്രഹമില്ല. അതിൻ്റെ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജിന് എബോവ് വരുന്നത് അല്ലെങ്കിൽ ബിലോ വരുന്ന വോൾട്ടേജ് പോർഷൻസിനെ മാത്രം നമ്മൾ റിമൂവ് ചെയ്താൽ മതി. ആ ഒരു കേസിലാണ് നമ്മൾ ബയാസ്ഡ് ക്ലിപ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ എന്താ പോസിറ്റീവ് ക്ലിപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പോസിറ്റീവ് ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പോസിറ്റീവ് പോർഷനാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് അല്ലേ? അതിൽ തന്നെ ഒരു പെർട്ടിക്കുലർ അഡ്ജസ്റ്റ് ദി ക്ലിപ്പിംഗ് ലെവൽ ഓഫ് ദി എ സി വോൾട്ടേജ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എക്സ്റ്റേണൽ ബയാസിംഗ് വോൾട്ടേജ് അപ്ലൈ ചെയ്യും. എക്സ്റ്റേണൽ ബയാസിംഗ് വോൾട്ടേജ് മസ്റ്റ് ബി അപ്ലൈഡ്. ഓക്കെ, ഇതാണ് എക്സ്റ്റേണൽ ബയാസിംഗ് വോൾട്ടേജ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് കേസിൽ പോസിറ്റീവ് ക്ലിപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ സെയിം സർക്യൂട്ട്, ഡയോഡ്
ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഡയോഡിൻ്റെ കാഥോഡാണ് ആദ്യം വരുന്നത്. ദെൻ അതിനോട് കൂടി നമ്മളൊരു പെർട്ടിക്കുലർ ഏത് വോൾട്ടേജ് ലെവലിലാണോ ക്ലിപ്പ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ളൊരു സെല്ല് നമ്മൾ ബയാസിങ്ങിന് വേണ്ടി യൂസ് ചെയ്തു. ഒരു ബയാസിങ് വോൾട്ടേജിൻ്റെ സെല്ല് കണക്ട് ചെയ്തു. ഇതെങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? നിങ്ങൾ നോക്കാം, ഇതിൻ്റെ പോസിറ്റീവ് സൈഡാണ് ഈ ഡയോഡിൻ്റെ കാഥോഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്ത് ബയാസ്ഡാണ്? ഇതിപ്പം റിവേഴ്സ് ബയാസ്ഡ് ആണ് അല്ലേ? സെല്ലിൻ്റെ പോസിറ്റീവ് ഡയോഡിൻ്റെ കാഥോഡായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. റിവേഴ്സ് ബയാസ്ഡ് ആണ്. ഓക്കെ. അല്ലെങ്കിൽ സർക്യൂട്ട് തിരിച്ച് ഡയോഡ് ഔട്ട്പുട്ടിൽ വരുന്ന രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ കൊടുക്കണം? നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഡയോഡ് ഈ ഒരു രീതിയിൽ കണക്ട് ചെയ്തു. ദെൻ അതും നമ്മൾ എന്ത് ചെയ്തു? റിവേഴ്സ് ബയാസ്ഡ് ആവുന്ന രീതിയിൽ അവിടെ സെല്ല് കണക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഓപ്പറേഷൻ നെക്സ്റ്റ് സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർക്യൂട്ട്. ഓക്കെ. ഈ ഡയോഡ് ഇപ്പം ഓൾറെഡി എന്തിനാണുള്ളത്? ഈ സർക്യൂട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് റിവേഴ്സ് ബയാസ്ഡിലാണ് ഉള്ളത് അല്ലേ? പോസിറ്റീവ് സെല്ലിൻ്റെ പോസിറ്റീവ് ഡയോഡിൻ്റെ നെഗറ്റീവ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് റിവേഴ്സ് ബയാസ്ഡ് ആണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ നമ്മൾ സിഗ്നൽ ഇൻപുട്ട് കൊടുത്തു. പോസിറ്റീവ് സൈക്കിൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പോസിറ്റീവ് സൈക്കിൾ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് ഓൾറെഡി റിവേഴ്സ് ബയാസ്ഡ് ആണ്. അപ്പോൾ അത് ഓപ്പൺ സർക്യൂട്ടായിട്ടാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ? ഈ ഒരു വോൾട്ടേജ് ലെവൽ വരെ, അത്രയും വോൾട്ടേജ് ലെവൽ വരെ ഇത് റിവേഴ്സ് ബയാസ്ഡ് ആകുമ്പോൾ നമുക്ക് സർക്യൂട്ട് കംപ്ലീറ്റ് ആണോ? അല്ല, ഇത് ഓപ്പൺ സർക്യൂട്ടാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മളുടെ ഇൻപുട്ട് സിഗ്നൽ ഒന്നും ഔട്ട്പുട്ടിൽ കിട്ടുന്നില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് അത്രയും ഡ്യൂറേഷനിൽ ഔട്ട്പുട്ട് 0 ആണ്, ക്ലിപ്പ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ? അവിടെ കാണുന്നുണ്ടല്ലോ, 0ലാണ് സിഗ്നൽ വരുന്നത്. ഔട്ട്പുട്ട് സർക്യൂട്ട് കംപ്ലീറ്റ് അല്ല, റെസിസ്റ്റർ അക്രോസ് ഒന്നും വരുന്നില്ല. ഓക്കെ. ദെൻ ആ വോൾട്ടേജ് ഇങ്ങനെ പോസിറ്റീവ് സൈക്കിൾ ഫുള്ള് കംപ്ലീറ്റ് ആയി നെഗറ്റീവ് സൈക്കിളിലേക്ക് വരുമ്പം അല്ലേ? ഇതെപ്പോഴാണ് ഫോർവേഡ് ബയസ്ഡ് ആവുക? നമുക്കറിയാം ഇവിടെ ഡയോഡിൻ്റെ നെഗറ്റീവ് ടെർമിനലാണ് ആദ്യം ഉള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ നെഗറ്റീവ് വോൾട്ടേജ് ഇതിനെക്കാട്ടും കൂടുതൽ വരുമ്പോഴാണ് ഈ ഒരു ഡയോഡ് ഫോർവേഡ് ബയാസിങ്ങിലേക്ക് മാറുന്നത് അല്ലേ? ഇവിടെ നെഗറ്റീവ് വോൾട്ടേജ് കൂടുതലായിട്ട് വരണം, അപ്പോഴാണിത് ഫോർവേഡ് ബയാസിലേക്ക് മാറും. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്താ സംഭവിക്കുക? ഈ ഒരു നെഗറ്റീവ് വോൾട്ടേജ് ഇങ്ങനെ വന്നിട്ട് നമ്മളുടെ ബയാസിങ് വോൾട്ടേജിനെക്കാട്ടും കൂടുതൽ നെഗറ്റീവായി, ഗ്രേറ്റർ നെഗറ്റീവായി കഴിഞ്ഞു. ഓക്കെ. ഇവിടെ നമുക്ക് കാണാം ഈ ഒരു ഏരിയയാണ്, ഇത്രയും പോർഷനാണ് കൂടുതൽ നെഗറ്റീവ് ഉള്ളത്. ആ സമയത്ത് എന്ത് സംഭവിക്കും? നമ്മുടെ സർക്യൂട്ട് ഷോർട്ട് സർക്യൂട്ടായി. ഇതാ ഈ ഒരു ഏരിയ വരുന്ന സമയത്ത് രണ്ടാമത്തെ താഴത്തെ ഡയഗ്രം നോക്കുക. ഈ ഒരു സിഗ്നൽ പോർഷൻ ആ ഏരിയയിൽ നെഗറ്റീവ് വാല്യൂ കൂടുതലാണ്. അപ്പോൾ ഇതൊരു ഷോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഇവിടെ ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. അപ്പോൾ എന്താവും? ആ ഒരു പോർഷൻ നമുക്ക് ഔട്ട്പുട്ടിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. ഓക്കെ. ഇങ്ങനെ സിഗ്നൽ ഔട്ട്പുട്ടിൽ കിട്ടും. ഓക്കെ. അപ്പോൾ നമ്മൾ ആ ഒരു ബയാസിങ് വോൾട്ടേജ് ലെവൽ വരെ ഔട്ട്പുട്ടിൽ കിട്ടുന്നില്ല. ബയാസിങ് വോൾട്ടേജിനെക്കാട്ടും കൂടുതൽ നെഗറ്റീവ് വോൾട്ടേജ് വരുന്ന സമയത്ത് സർക്യൂട്ട് കംപ്ലീറ്റ് ആവും, അതായത് ഡയോഡ് ഫോർവേഡ് ബയാസ്ഡിലാവും, നമുക്ക് ഔട്ട്പുട്ടിൽ സിഗ്നൽ കിട്ടും. ഇനി നെഗറ്റീവ് ക്ലിപ്പർ സർക്യൂട്ടിൻ്റെ ഈ ഒരു സർക്യൂട്ട് കൂടി ഒന്നുകൂടി പറയാം. നമ്മൾ സർക്യൂട്ട് ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഓൾറെഡി നമ്മൾ ഇവിടെ റിവേഴ്സ് ബയാസ്ഡ് ആയിട്ട് ഡയോഡ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഈ ഡയോഡ് എന്താണ്? റിവേഴ്സ് ബയാസ്ഡ് കേസിലാണ് ഇവിടെ ഉള്ളത്. ഓക്കെ. അപ്പം ഇതെന്താണ്? ഓപ്പൺ സർക്യൂട്ടായിട്ടാണ് ആക്ട് ചെയ്യുക. അതായത് നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ റെസിസ്റ്ററിലൂടെ സിഗ്നൽ അതേപടി ഔട്ട്പുട്ടിൽ കിട്ടും. ഓക്കെ. അപ്പം ഇതിനെ ഫോർവേഡ് ബയാസിങ് ആക്കണമെങ്കിൽ എന്ത് വേണം? നമുക്കിവിടെ നെഗറ്റീവ് സിഗ്നൽ ഇവിടെ കിട്ടണം. അത് ഇതിനെക്കാട്ടും കൂടുതലാവണം. ഈ ബയാസ് വോൾട്ടേജിനെക്കാട്ടും കൂടുതൽ നെഗറ്റീവ് വരുമ്പോൾ മാത്രമേ ഇത് ഫോർവേഡ് ബയാസിങ്ങിലേക്ക് മാറുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ എന്ത് കിട്ടും? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് എന്താണ് വരുന്ന സമയത്ത് ഇതെന്താണ്? റിവേഴ്സ് ബയാസ്ഡ് ആണ് അല്ലേ? ഇവിടെ പോസിറ്റീവ് സിഗ്നൽ വന്നുകൊണ്ടിരുന്ന ഇതെന്തായാലും റിവേഴ്സ് ബയാസ്ഡ് ആണ്. അപ്പം പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ടും ഇത് ഓപ്പൺ സർക്യൂട്ടാണ്. നമുക്ക് എന്താണോ ഇൻപുട്ടിൽ കൊടുക്കുന്നത് അത് അതുപോലെ ഔട്ട്പുട്ടിൽ കിട്ടും. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടി. ഇനി നെഗറ്റീവ് വരുമ്പം നെഗറ്റീവിലും എത്ര വരെയാണ്? നമ്മൾ ബയാസ് വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു ബയാസ് വോൾട്ടേജിനെക്കാട്ടും കൂടുതൽ നെഗറ്റീവ് സിഗ്നൽ വരുമ്പോൾ മാത്രമേ ഇത് ഫോർവേഡ് ബയാസിങ്ങിലേക്ക് മാറുള്ളൂ. ഓക്കെ. അപ്പം പ്രാക്ടിക്കൽ കേസിൽ -0.7 മൈനസ് വി ബയാസ് ഈ ഒരു വോൾട്ടേജ് എത്തുന്നത് വരെ അഗെയിൻ ഇത് റിവേഴ്സ് ബയാസിൽ തന്നെ ആയിരിക്കും.
അപ്പോൾ നമുക്ക് അത്രയും ഏരിയ സമയം കൂടി ഔട്ട്പുട്ടിൽ വേവ് ഫോം കിട്ടും. നെഗറ്റീവിൻ്റെ ഇത്രയൊരു പോർഷൻ വരെ കിട്ടും. നെഗറ്റീവ് വോൾട്ടേജ് അതിലും കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്, അതായത് നെഗറ്റീവ് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്താവും, ഇതിനെക്കാട്ടും കൂടുതൽ നെഗറ്റീവ് വാല്യൂ ഇവിടെ വരുമ്പം ഇത് ഫോർവേഡ് ബയസിങ്ങിലേക്ക് മാറും, ഇത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, കണ്ടക്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ കിട്ടുമോ? ഇല്ല. അപ്പം ഇവിടെ ക്ലിപ്പിംഗ് സംഭവിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ബയാസ്ഡ് നെഗറ്റീവ് ക്ലിപ്പറിലും സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു. സ്ലൈഡിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതാ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ എന്താണ്, ഇത് ഓൾറെഡി റിവേഴ്സ് ബയസ്ഡിലാണ് അല്ലേ? ഈ സർക്യൂട്ട് റിവേഴ്സ് ബയസ്ഡിലാണ്. അപ്പം ഇവിടെ ഓപ്പൺ സർക്യൂട്ടായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം സിഗ്നൽ ഒന്നും അവൈലബിൾ ആവുന്നില്ല. ഓക്കെ, അപ്പം ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോ? ഒന്നും ഉണ്ടാവുന്നില്ല അല്ലേ? ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആണ്. ഓക്കെ, ദെൻ ഇത് എപ്പോഴാണ് ഫോർവേഡ് ബയസ്ഡിലേക്ക് വരിക? ഈ വോൾട്ടേജ് ഈ റിവേഴ്സ് ബയസിനെക്കാട്ടും കൂടുതൽ വരണം അല്ലേ? വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് ഈ നെഗറ്റീവ് വോൾട്ടേജിനെക്കാട്ടും കൂടുതലായിട്ടുള്ള വോൾട്ടേജ് പോസിറ്റീവിൽ വരുന്ന സമയത്ത്, ഓക്കെ, ഇവിടെ കാണാം നിങ്ങൾക്ക് പോസിറ്റീവ് പീക്കിലേക്ക് എത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കും? പോസിറ്റീവ് പീക്ക് വരുന്ന സമയത്ത് ഇവിടെ ഈ ഡിഫറൻസ് എന്താവും? പോസിറ്റീവ് ആവണം അല്ലേ? അപ്പം ഈ പോസിറ്റീവ് വോൾട്ടേജ് ഈ ഡയോഡിലേക്ക് എത്തുന്ന സമയത്ത് ഇത് ഫോർവേഡ് ബയാസിലേക്ക് മാറും. ഫോർവേഡ് ബയാസിലേക്ക് മാറുമ്പോൾ എന്താവും? ഇതൊരു ഷോർട്ടായിട്ട് ആക്ട് ചെയ്യും. നമുക്ക് സിഗ്നൽ ഈ റെസിസ്റ്ററിലൂടെ പാസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ ആ ഒരു പോർഷൻ മാത്രം അവൈലബിൾ ആയിട്ട് കിട്ടും. പോസിറ്റീവിൽ തന്നെ ഹൈ വരുന്ന ആ ഒരു ഏരിയ മാത്രം VM മൈനസ് V, ഓക്കെ, അതിൻ്റെ ആ ഡിഫറൻസ് വോൾട്ടേജ് മാത്രം ഔട്ട്പുട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഓക്കെ,